അങ്ങനെ അർജുൻ നീതി കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. ടീച്ചർ എന്തോ റോങ് ആയി പറഞ്ഞു, അത് ഭയങ്കര ഹേർട്ട് ആയിട്ടാ. ഇവിടുത്തെ ഒരു കുട്ടി മരിച്ചു. ഞങ്ങളുടെ സ്കൂളത്തെ ഒരു ടീച്ചറാണ്, ഞങ്ങളുടെ സ്കൂളത്തെ ഒരു ടീച്ചറാണ് ഈ കുട്ടി മരിച്ചു. അതാണ് ഞങ്ങളുടെ ആവശ്യം. 3 കുട്ടികൾ വന്നിരുന്നു. അത് നമ്മൾ എപ്പോഴും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തത്, അല്ലാതെ ആ തല്ലിയിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ പ്രഷർ ഉണ്ട്, സ്കൂളിൽ വന്ന സ്കൂളിൽ നിന്നും പ്രഷർ ഉണ്ട്. അർജുനൻ എന്നൊരു വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അവനെതിരെ സൈബർ സെല്ലിൽ കേസ് കൊടുക്കുമെന്നും 1 വർഷം വരെ ജയിൽ ശിക്ഷയും 50,000 രൂപ പിഴയും വാങ്ങിക്കൊടുക്കുമെന്ന് അധ്യാപകർ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു 9ാം ക്ലാസ്സുകാരന് വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ അത് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവന് വേണ്ടി നീതിക്ക് വേണ്ടി അവർ ഇവിടെ സമരം നടത്തുമ്പോൾ ഇവിടെ പ്രസക്തമായൊരു ചോദ്യം ഉയരുന്നത്, ഇവരെന്ത് അധ്യാപകരാണ്? ഏതെങ്കിലും ഒരു സർക്കാർ അധ്യാപകർ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇവർ അധ്യാപകരെ അല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ 50-60 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത അധ്യാപകരായവരാണ്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് ഇത്തരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. സത്യത്തിൽ നമ്മൾ കേരള ജനത കൂട്ടായി ചിന്തിക്കണം. ഈ വിദ്യാഭ്യാസ വ്യവസായാഭാസം ഇതെങ്ങോട്ടാണ്? ഈ കേരള ജനത അത് ചിന്തിക്കണം. നമ്മുടെ സാമൂഹ്യ നന്മയ്ക്കോ തിന്മയ്ക്കോ ഈ വിദ്യാഭ്യാസം